വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. ഇന്ന് ഞാൻ എനിക്ക് വന്ന വിവാഹ ആലോചനയെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയാറ്. അപ്പം ഞാനൊരു ടെലികോളിംഗ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെയുള്ള എല്ലാവരുമായിട്ട് ഞാൻ കമ്പനിയാണ്. കാരണം ഞാനൊരു ട്രാൻസ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ലേഡീസാണ്. അപ്പം എല്ലാവർക്കും എന്നോട് ഇഷ്ടം കൂടുതലാണ്. കാരണം എന്നെ പോലുള്ള ഒരു വ്യക്തി ആദ്യമായിട്ടാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകമാണ് അവർക്ക്. അതുകൊണ്ട് ഞാൻ ആ ഓഫീസിൽ ഫുൾ ഫേമസ് ആണ്. അത് പോരാതെ എന്നെ കുറിച്ച് അവരുടെ വീട്ടുകാർക്കും അറിയാം. പക്ഷെ എനിക്ക് അവരെ ആരെയും അറിയില്ല, എന്നെ അവരുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവര് പോയിട്ട് എന്നും എന്നെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവരുടെ വീട്ടിൽ പറയാറ്. അതുപോലെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്നും ഫോട്ടോസ് എടുക്കും, സെൽഫീസ് എടുക്കും. അപ്പൊ എല്ലാവരുടെ ഫോണിലും സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് അവരുടെ റിലേറ്റീവ്സ്, ഫാമിലീസ്, അവരുടെ കോണ്ടാക്ട്സ് ഉള്ളവരെല്ലാവരും എന്നെ അറിയാം. അങ്ങനെ ഒരു തവണ എൻ്റെ ഓഫീസിലെ ഒരു കുട്ടിയുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് അവരുടെ റിലേറ്റീവ്സ് അവരുടെ അടുത്ത് പെണ്ണ് ചോദിച്ചു. അതായത് എൻ്റെ ഫോട്ടോസ് കണ്ടിട്ട്, ഞാൻ സാരിയെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ കണ്ടിട്ട് പെണ്ണാന്ന് കരുതിയിട്ട് അവളുടെ അടുത്ത് പെണ്ണ് ചോദിച്ചു. അപ്പോൾ അവള് തുറന്നു പറയാൻ മടി കാണിച്ചു. കാരണം അത് ട്രാൻസാന്ന് പറയാനായിട്ട് അവള് മടി കാണിച്ചു. അപ്പൊ അവള് പറഞ്ഞില്ല. അപ്പൊ ആ കുട്ടി അവരുടെ വീട്ടുകാർ കൊടുക്കില്ല, നല്ല ജോലിയുള്ള ഒരു കുട്ടിയാണ് എന്ന് അവള് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റീസൺസ് പറയാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല കുട്ടി, ഞാൻ ആ കുട്ടിയുടെ അമ്മയുടെ നമ്പർ താ, ഞങ്ങൾ പോയി സംസാരിച്ചോളാന്ന് ആ ചെറുക്കൻ്റെ അമ്മയുടെ ആൾക്കാർ ചോദിച്ചു. അപ്പൊ ഇവൾക്ക് പറയാൻ മടി, ഞാൻ ട്രാൻസാന്ന് പറയാനായിട്ട് മടി. അപ്പൊ അത് ഹൈഡ് ചെയ്തു. അതാണ് എനിക്ക് വേണ്ടിയിട്ട് അവൾ ഹൈഡ് ചെയ്തത്. ഞാൻ ട്രാൻസാന്ന് ഡിക്ലെയർ ചെയ്യുന്ന അവൾക്ക് ഇഷ്ടമല്ല. അവൾ എന്നെ നല്ലോണം സപ്പോർട്ടാണ്. അപ്പൊ അവള് പറഞ്ഞു അവരിപ്പൊ കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞിട്ടും അവർ ഒഴിഞ്ഞു പോകുന്നില്ല. ഡെയിലി ഓഫീസിൽ പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിനെ പിടിച്ചു നിർത്തിയിട്ട് ആ ചെറുക്കൻ്റെ അമ്മ ചോദിച്ചുകൊണ്ടേയിരിക്കും, ആ കുട്ടിയുടെ നമ്പർ താ, ആ കുട്ടിയുടെ അമ്മയുടെ നമ്പർ താ, അല്ലെങ്കിൽ അവരുടെ വീട്ട് അഡ്രസ്സ് താ, ഞാൻ പോയി ചോദിച്ചോളാം എന്ന് പറഞ്ഞു. ഈ കഥകളൊക്കെ എല്ലാം എൻ്റെ അടുത്ത് വന്ന് പറയും. ഇപ്പൊ എനിക്കൊരു കൗതുകമാണ്, സന്തോഷമാണ്. കാരണം നമ്മളെ പെണ്ണാന്ന് കരുതിയിട്ടാണ് അവർ പെണ്ണ് ചോദിക്കുന്നത്. അതൊരു സന്തോഷം. പിന്നെ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ ഒറിജിനലി ഒരു പെണ്ണായിരുന്നെങ്കിൽ എനിക്ക് അവരുടെ അമ്മയെടുത്ത് എൻ്റെ അമ്മയുടെ നമ്പർ കൊടുത്ത് കല്യാണം കഴിക്കായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇങ്ങനെ പെണ്ണ് കണ്ടിട്ട് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക്. അറേഞ്ച്ഡ് മാരേജ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നമ്മളുടെ സാഹചര്യത്തിൽ നടക്കില്ലല്ലോ. അപ്പൊ എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ ആ ചെറുക്കൻ്റെ അമ്മ ഇവളെ വിടുന്നേ ഇല്ല, വിളിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും എൻ്റെ നമ്പർ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ നമ്പർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവള് പറഞ്ഞു ആ കുട്ടിക്ക് കുറച്ച് ഏജ് കൂടുതലാണ്, നിങ്ങളുടെ മോന് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് അതും പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല, ഏജ് ആയാലും പ്രശ്നമൊന്നുമില്ല, എനിക്ക് ആ കുട്ടി മതിയെന്ന് ആ ചെറുക്കൻ്റെ അമ്മ പറഞ്ഞു. പിന്നെ ഇവള് വേറെ അടവ് പറഞ്ഞു, ആ കുട്ടി നല്ലോണം ഹൈറ്റ് ഉള്ള കുട്ടിയാണ്, നിങ്ങളുടെ ചെറുക്കന് മാച്ചിങ് ആവില്ല എന്ന് പറഞ്ഞു. അപ്പോ എന്നിട്ടും കുറെ നാൾ അത് കുഴപ്പമില്ല, ആ കുട്ടിയുടെ നമ്പർ താന്ന് അവരുടെ അമ്മ ശല്യം ചെയ്തുകൊണ്ടേ ഇരുന്നു അവള്. പിന്നെ അവളൊരു ദിവസം പറഞ്ഞു ആ കുട്ടിക്ക് പ്രസവിക്കാൻ കഴിയില്ല അമ്മ, അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് എന്ന് ഈ കുട്ടി ആ ചെറുക്കൻ്റെ അമ്മയടുത്ത് പറഞ്ഞു. എന്നിട്ടും അവര് പറയണേ അതെനിക്ക് കുഴപ്പമില്ല, ആ കുട്ടിയെ മതി, ഞാൻ ആ കുട്ടി എൻ്റെ ചെറുക്കന് കെട്ടിച്ചു കൊടുക്കാം, എൻ്റെ മോനെ കെട്ടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവസാനം ആ ചേച്ചി കുറെ നാളെ ശല്യം ചെയ്തിട്ടാണ് ഇവള് ഡിക്ലെയർ ചെയ്യണത്. അവസാനം പറഞ്ഞു ആ കുട്ടി ഒരു ട്രാൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ മറച്ചു വെച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ അമ്മ ഈ ചെറുക്കന്റെ അമ്മയ്ക്ക് അറിയില്ല ഞാൻ ട്രാൻസ് ആണ്. പക്ഷെ ചെറുക്കനോട് ഇവള് കാര്യം പറഞ്ഞു, അത് ട്രാൻസാന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ചെറുക്കൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും അമ്മ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത്. ചെറുക്കനും പറഞ്ഞില്ല. അപ്പൊ അമ്മ ആ ചെറുക്കനെ ചീത്ത പറഞ്ഞു, നിനക്കന്നാ നേരത്തെ പറഞ്ഞുവിടറാ, നിനക്ക് അറിയായിരുന്നെങ്കിൽ, അവള് നിന്നോട് പറഞ്ഞതുപോലെ എന്നോട് അവള് പറയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പറയാൻ മടിച്ചിട്ടാണ്. അങ്ങനെ അവിടെ ഫുള്ള് ചിരിയായിരുന്നു. പക്ഷെ എനിക്ക് ആ അമ്മയെ ഒരുപാട് ഇഷ്ടമായി, കാരണം എന്നെ അന്വേഷിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരു ദിവസം പോയി കാണണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ കിട്ടിയിട്ടില്ല സാഹചര്യം പോണം. കാരണം നമ്മളെ ഇഷ്ടപ്പെട്ട് ചോദിച്ചൊരു വ്യക്തിയാണ്. നമ്മളെ കണ്ടിട്ട്, നമ്മളുടെ ലുക്ക് കണ്ടിട്ട്, അന്നത്തെ ലുക്ക് അങ്ങനെ ആയിരുന്നു. സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് പൊട്ടൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ പെണ്ണാന്നേ പറഞ്ഞു. ഒരുപാട് പേരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു എനിക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു സങ്കടം എന്ന് പറയുമ്പോൾ നമ്മളൊരു പെണ്ണായിരുന്നെങ്കിൽ നമുക്കത് കിട്ടിയാണ്. അങ്ങനെ പിന്നെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്.
പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ ഞാൻ എന്നും ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടിട്ട്, നാട്ടിൽ ഇങ്ങനെ റിലേറ്റീവ്സ് ഒക്കെ ഓരോ വീട്ടിലേക്ക് വരുമല്ലോ, വരുന്ന സമയത്ത് ഒരാൾ എന്നെ കണ്ടിട്ട് ഈ കുട്ടിയെ കൊടുക്കുമെന്ന് വേറൊരു ചേച്ചിയെടുത്ത് ചോദിച്ചു. ആ ചേച്ചി ഒരുപാട് പരിഹസിക്കുന്ന രീതിയിലാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. എന്നെ വിളിച്ചിട്ടാ, മണി നീ എന്തിനാ പെൺപിള്ളേരുടെ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് അവൻ ഡാൻസ് പഠിക്കാൻ പോവാണ്, അതിനാണ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നത് അമ്മ പറഞ്ഞിരിക്കുക. അമ്മ ഒഴിയാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു. അമ്മ അവരുടെ നാവ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, എനിക്ക് സപ്പോർട്ടാണ് അമ്മ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആൺകുട്ടിയൊന്നും അല്ല, പെൺകുട്ടിയാണ് എന്നാണ്. അപ്പൊ നീ പെൺപിള്ളേരുടെ വസ്ത്രം ഇട്ട് നടക്കണ്ട, എന്നോട് ഒരാള് നിന്നെ പെണ്ണ് ചോദിച്ചു, നിന്നെ കെട്ടിച്ചു തരുമെന്ന് എന്നോട് ചോദിച്ചു എന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞു ചോദിച്ചത്? ആ ചേച്ചി പറഞ്ഞു അവരുടെ വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവര് പരിഹാസത്തോടു കൂടിയാ പറഞ്ഞത്, അത് ആണാണ് പെണ്ണല്ലാന്നും ചിരിച്ചുകൊണ്ടിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ആ ചോദിച്ച ആളോടത്ത് പറഞ്ഞില്ല, അത് ആണാന്നൊന്നും പറഞ്ഞില്ല, അവരുടെ വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറഞ്ഞു. കാരണം കളിയാക്കിയിട്ടാണ്. വീട്ടിൽ പോയി ചോദിക്കുന്ന സമയത്ത് ഞാൻ ആണാണെന്ന് പറയുമ്പോൾ ആ ചേച്ചിക്ക് ചിരിക്കാമല്ലോ. അങ്ങനെ ഒരാൾ എന്നെ ഡെയിലി കണ്ടിട്ട് എന്നെ പെണ്ണ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം വീട്ടിൽ ഫുഡ് കഴിച്ചു. ഞങ്ങളെ വേസ്റ്റ് പുറത്താണ്, റോഡിന്റെ അപ്പുറത്താണ് കൊണ്ടുപോയി കളയാറ്, തോടുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടിടുന്ന സമയത്ത് കുറെ മുത്തശ്ശിമാർ വരുന്നുണ്ട്. പക്ഷെ ഈ മുത്തശ്ശിമാർക്കൊക്കെ കുറെ പേർക്ക് എന്നാ അറിയാം, എന്റെ വീട്ടിന്റെ ബാക്കിലാണ്. ഇങ്ങനെ ഒരു ചെറുക്കൻ ഉണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. ഞാനിങ്ങനെ ട്രാൻസിഷൻ ആയത് കുറച്ച് പേർക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ എന്റെ വീട്ടിന്റെ 4 വീടിന്റെ അപ്പുറത്തുള്ള ആൾക്കാരാണ്. പക്ഷെ കാണുന്നത് ഇപ്പോഴാണ്. ഞാൻ രാവിലെ എണീച്ച് ഓഫീസിൽ പോകും, ഇരുട്ടാവുന്ന സമയത്താണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ 3 ചെറുക്കന്മാരല്ല 3 മക്കളുണ്ടെന്ന് അറിയാം. ഒരാണും 2 ആണും ഒരു പെണ്ണും ഉള്ളതറിയാം. അപ്പൊ എന്നെ കണ്ടിട്ട് ആ വീട്ടിലൊരു പെണ്ണുണ്ടെന്ന് അറിയാം, ഈ പെൺകുട്ടികളെ കണ്ടിട്ടില്ല. ഇവർക്ക് ഓർമ്മയുണ്ടല്ലോ, മുത്തശ്ശിമാരല്ലേ. അപ്പൊ ഞാനിങ്ങനെ പുറത്ത് കാണുന്ന സമയത്ത് ലേഡി ലുക്കിലായിരുന്നു. അപ്പൊ വേറൊരു മുത്തശ്ശി ചോദിച്ചു, ഈ കുട്ടിയെ കൊടുത്തതാണോ, കല്യാണം കഴിച്ച് വിട്ടതാണോ ചോദിച്ചു. അപ്പൊ വേറെ തള്ള, ഞങ്ങളെ തള്ളാന്നാ പറയട്ടാ, ആ തള്ളക്ക് എന്നെ ഇഷ്ടമല്ല, ഞാനിങ്ങനെ മാറിയത് കൊണ്ട് എനിക്ക് ഇഷ്ടമല്ല, തള്ളക്ക് എന്നെ ഇഷ്ടമല്ല. അപ്പൊ ആ തള്ള പറയാം, നിനക്ക് എന്താടി പ്രാന്താണോ? നമ്മുടെ പാലക്കാടൻ ഭാഷയിൽ അവർ പറയുന്നത്, നിനക്ക് എന്താടി പ്രാന്താണോ? അത് കണ്ടാ അറിയില്ല നിനക്ക് ചെറുക്കനാണെന്ന്. അത് ചെറുക്കനാണോ? വേറെ മുത്തശ്ശി എന്നെ ഇപ്പോഴാണ് കാണുന്നത്. ലക്ഷ്മിയുടെ മോളല്ലേ ഇത് പറഞ്ഞത്. അല്ല, അത് മോനാണോ എന്നാണ്. ആ തള്ളക്കറിയാൻ ഞാൻ മാറിയതാണെന്നുള്ളത്. അപ്പൊ വേറെ മുത്തശ്ശിക്ക് അറിയില്ലായിരുന്നു ഞാൻ ആൺകുട്ടി ആയിരുന്നു എന്ന്. കാരണം എൻ്റെ വീട്ടിൽ 3 പേരുള്ളത് കൊണ്ട് ആ പെൺകുട്ടി ആയിരിക്കും എന്ന് കരുതി. ഞാൻ മാറിയത് ആ മുത്തശ്ശിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ആ നാട്ടിൻപുറത്തെ ആൾക്കാരായതുകൊണ്ട് അവർക്ക് എന്നോട് എന്തോ വെറുപ്പ് പോലെ, ഞാനിങ്ങനെ മുടിയൊക്കെ വളർത്തി പെണ്ണായി മാറി എന്ന് പറയുമ്പോൾ അവർക്കൊരു എന്തോ ഒരു തെറ്റ് ചെയ്ത പോലെയാണ് നമ്മളുടെ അടുത്ത് ബിഹേവ്. പക്ഷെ എൻ്റെ വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് സംസാരിക്കാറുണ്ട്. പിന്നെ എൻ്റെ അമ്മ സപ്പോർട്ട് ആയതുകൊണ്ട് ആൾക്കാരെ എന്നെ ഒന്നും പറയാറില്ല. അപ്പൊ എനിക്ക് അങ്ങനെ വിവാഹാലോചനകൾ വന്ന്, അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിന്തിക്കും, ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ എനിക്കതെല്ലാം നടന്നിട്ടുണ്ടാകും. എല്ലാ ട്രാൻസിനും ഒരു പുരുഷനെ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കണം എന്നതാണ് മെയിനായിട്ടുള്ള ആഗ്രഹം. ഞാൻ എൻ്റെ കരിയറെല്ലാം ഉപേക്ഷിച്ച് ഒരു പെണ്ണായി മാറിയത് വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. കാരണം ഞാനൊരു പുരുഷനായിട്ടുള്ള സമയത്ത് എന്തായാലും ഒരു പ്രായമാകുമ്പോൾ നമ്മളൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം, കുഞ്ഞുണ്ടാവും, നമ്മളെ വൈഫിന് കെയർ ചെയ്യണം, വൈഫ് നമ്മളെ കെയർ ചെയ്യണം, കുഞ്ഞുങ്ങളെ നമ്മളെ കെയർ ചെയ്യണം. അങ്ങനെയാണുള്ള ഒരു സൈക്കിൾ. അതാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ഉള്ളത്. പിന്നെ സിംഗിളായിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പൊ എനിക്കൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ സാധിക്കാത്ത കൊണ്ടാണ് ഞാൻ പെണ്ണായി മാറണം തീരുമാനിച്ചത്. പെണ്ണായിട്ട് ഒരു പുരുഷനെ വിവാഹം കഴിക്കണം, കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത് ഒരു ലൈഫ് സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ആ രീതിയിൽ പോകണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. പിന്നെ നമ്മുടെ മനസ്സിൽ പെണ്ണിന്റെ മനസ്സാണ്, നമ്മൾ പെണ്ണിന്റെ ശരീരത്തിലേക്ക് മാറാൻ നമ്മൾ ആഗ്രഹിക്കും. ആണായിട്ട് ജീവിക്കാൻ സാധിക്കില്ല, പുരുഷന്റെ ശരീരം മാത്രമേ ഉള്ളൂ. നമ്മളൊരു സ്ത്രീകളാണ്, ഞാനൊരു സ്ത്രീയായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ നമ്മള് ഒരു പെണ്ണായി മാറി. കാരണം നമ്മൾക്ക് പുരുഷനായിട്ടുള്ള സമയത്ത് എനിക്ക് ഇതിലും നല്ല ജോലിയും നല്ല സാലറിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ അന്നെന്ന് പറയുമ്പോൾ നമുക്കൊരു ലൈഫില്ല. കാരണം എന്നും വിഷമങ്ങൾ മാത്രമാണ്. നമ്മളെ പെണ്ണായില്ലല്ലോ എന്നുള്ള വിഷമം, അതൊരു ഫോൾട്ടായിട്ട് തോന്നും. ഇപ്പൊ പെണ്ണായ സമയത്ത് നമുക്ക് ജോലി പരിമിതികളുണ്ട്, നമുക്ക് സ്റ്റേ പരിമിതികളുണ്ട്. എല്ലാത്തിനും നമുക്ക് ആ പുരുഷനായുള്ള സമയത്ത് കിട്ടിയ അത്രയും കിട്ടില്ല. പക്ഷെ
നമ്മൾ ഇതിൽ സ്ട്രഗിൾ ചെയ്താൽ പഴയ ലൈഫിനേക്കാളും നല്ലൊരു ലൈഫിലേക്ക് എത്തും. പക്ഷെ ഇത് ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയാൽ മാത്രമേ നല്ലൊരു ജോലി, നല്ലൊരു സാലറിയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ഞാൻ കൂടുതലും അച്ചീവ് ചെയ്തിട്ടുണ്ട്. എനിക്കുള്ള ജോലി, എൻ്റെ ചെലവിനുള്ള കാശ്, എൻ്റെ സർജറിക്കുള്ള കാശൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഞാൻ ജോലി ചെയ്ത് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പെണ്ണായിട്ട് അതായത് നോർമലി ഒരു പെണ്ണായി ജനിക്കുന്നവർക്ക് പല പല ആഗ്രഹങ്ങളായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് പെണ്ണാവണം തന്നെയാണ് വലിയൊരു ആഗ്രഹം. അതാണ് നമ്മളുടെ ഏറ്റവും ലക്ഷ്യം. അത് ആവുന്ന വരെയും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്, കാരണം നമുക്കിപ്പോ വേറെ ടെൻഷൻസ് ഒന്നുമില്ല. നമ്മള് ആണായിട്ടുള്ള സമയത്ത് പെണ്ണാവണം എന്നുള്ള ചിന്തയായിരിക്കും. അതായത് നമ്മൾ ആണിന്റെ ശരീരം മാത്രമേ ഉള്ളൂ, നമുക്ക് പെണ്ണിന്റെ മനസ്സാണ്, ബ്രെയിനൊക്കെ പെണ്ണിൻ്റെതാണ്. അതുകൊണ്ടാണ് നമ്മൾ പെണ്ണാവണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ എൻ്റെ പബ്ലിക്കിൽ നിന്ന് അല്ലെങ്കിൽ എനിക്കൊരു വിവാഹാലോചനയുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു ആഗ്രഹം, നമ്മളൊരു പെണ്ണായിരുന്നെങ്കിൽ നമുക്കിതെല്ലാം നടന്നിട്ടുണ്ടാവും ഈസി ആയിട്ട്. അപ്പോൾ അത് സാധിച്ചില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞാൻ കമൻറ്റിന് റീപ്ലൈ തരാം. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടാൽ ഞാൻ ഒരിക്കലും റീപ്ലൈ തരില്ല, ഞാൻ അവോയ്ഡ് ചെയ്യാറേ ഉള്ളൂ. കാരണം എനിക്ക് അതിൻ്റെ പുറകെ റീപ്ലൈ തന്ന് സമയം കളയാനൊന്നുമില്ല. ഞാൻ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒഴിവ് സമയങ്ങളിലാണ് ഞാൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ, അത് എഡിറ്റ് ചെയ്യാനൊക്കെ കുറേ സമയം വേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് മാക്സിമം ഞാൻ എല്ലാവർക്കും റീപ്ലൈ തരും. പിന്നെ നിങ്ങൾ ചോദിച്ച കമൻസ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സൗകര്യം പോലെ ഞാൻ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ റിവീൽ ചെയ്യാം. കാരണം എനിക്ക് പെട്ടെന്ന് അത് പറയാൻ പറ്റില്ല. ഇപ്പൊ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് പറയാം. ചില കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ കമന്റ് കാണാതെയൊന്നുമില്ല. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.